കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രാഷ്ട്രീയ പാർട്ടികളുമായുള്ള യോഗത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടികൾ നിലവിലുള്ള വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാൻ നീക്കമെന്ന് CPM നിലപാട് സ്വീകരിച്ചപ്പോൾ SIR മാറ്റിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം SIRനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽഖർ അറിയിച്ചു. ഈ എല്ലാ മീറ്റിംഗിലും താങ്കളുണ്ടാവും. സോ താങ്കൾക്ക് കാണാം. നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊരു പ്രോഗ്രസ് റിപ്പോർട്ട് താങ്കളെ മുമ്പായിരിക്കും. സോ നമുക്ക് ഒരു കൂട്ടായ്മ പ്രവർത്തനമാണ് വേണ്ടത്. അത് തീർച്ചയായിട്ടും ലഭിക്കും. അതിൽ അഭിപ്രായ വ്യത്യാസം എനിക്കൊന്നുമില്ല. തീർച്ചയായിട്ടും അതുണ്ടാവും. സോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ആ സമയത്ത് തന്നെ ഇങ്ങനൊരു നടപടിക്രമങ്ങൾ തുടരുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളടക്കം ചൂണ്ടിക്കാട്ടി, രാഷ്ട്രീയ മുതലെടുപ്പ് അടക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാജ്യത്ത് ഇതിനെയൊക്കെ തന്നെ എതിർക്കാൻ തീരുമാനിക്കുന്നത്. കേരളത്തിൽ ഈ വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികൾ ഉയർത്തിയ നിലപാടെന്താണ്? നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിനൊക്കെ ആലോചനയുണ്ടോ? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്ന സമീപനമാണ് CPM-ഉം CPI-യും കോൺഗ്രസും സ്വീകരിച്ചത്. അനുകൂലിക്കുന്ന സമീപനം സ്വീകരിച്ചത് BJP മാത്രമാണ്. അതിൽ CPM പ്രധാനമായും ഉന്നയിച്ചത് ഇപ്പോഴത്തെ ഈ സമയക്രമം SIR നടപ്പാക്കുന്ന സമയക്രമവും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമവും ഒരുമിച്ച് വരുന്നതിൽ പ്രശ്നം ഒരുമിച്ച് പോകില്ല എന്ന നിലപാടാണ് CPM-ന് വേണ്ടി പ്രതിനിധീകരിച്ച് പങ്കെടുത്ത MV ജയരാജൻ വ്യക്തമാക്കിയത്. മാത്രമല്ല BLO-മാർക്ക് തെരഞ്ഞെടുപ്പ് ജോലികൾ നിർത്തേണ്ടി വരും. ഇതിൽ രാഷ്ട്രീയമായും CPM ഉയർത്തിയ ഒരു വിഷയം പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് SIR നടപ്പാക്കുന്നതെന്ന വിഷയമാണ്. കോൺഗ്രസ് ആകട്ടെ അവരുടെ പാർട്ടിയുടെ എതിർപ്പ് ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചു. SIR മാറ്റിവെക്കണം എന്നത് മാത്രമല്ല, ജനങ്ങൾക്കിതൊരു ഇരട്ട ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഗ്രസിൻ്റെ എല്ലാം അഭിപ്രായം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ BJP ആകട്ടെ ഉന്നയിച്ചത് മുൻപ് 2002 SIR നടപ്പാക്കിയപ്പോൾ ഇല്ലാത്ത ഈ പ്രതിഷേധം ഇപ്പോൾ എന്തിനാണ്? അതുകൊണ്ട് അത്തരം നിലപാടാണ് BJP സ്വീകരിച്ചത്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യപ്പെട്ടത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.